നേരെ ആവണി ചേച്ചി, ആ 4 ഗുണ്ടികളെയും ഏട്ടത്തി ഒറ്റയ്ക്കാണ് അടിച്ച് നിലം പരിശാക്കിയത്. ഹോ, കണ്ടു നിന്നാ എൻ്റെ കണ്ണ് വരെ തള്ളിപ്പോയി. അമ്മാതിരി അടിയല്ലായിരുന്നോ? തിരികെ വീട്ടിലെത്തിയതും വേഷം പോലും മാറാതെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി കാര്യം പറയിക്കാണ് ആദി. നന്ദുവിനെയും ആനന്ദിനെയും പിടിച്ച് അടുത്തിരുത്തിയിട്ടുണ്ട്. എന്തിനു പറയണം, കുഞ്ഞിപ്പെണ്ണെ വരെ പിടിച്ച് അടുത്തിരുത്തിയിട്ടുണ്ട്. ഹോ, അതിലൊരുത്തിൻ്റെ മർമ്മസ്ഥാനത്ത് ഏട്ടത്തി കാലം മടക്കി ഒരു തൊഴി കൊടുത്തു. എൻ്റെ അമ്മയെ, അവൻ മുട്ടും കൊത്തി കണ്ണും തള്ളിയിരുന്ന ആ അവസ്ഥ. ഹോ, എനിക്ക് രോഞ്ചാമം വന്നു പോയി. എന്ത്? സോറി, രോമാഞ്ചം. ആദ്യം പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ നന്ദുവിനെ നോക്കി. അവളൊരു പുഞ്ചിരിയോടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയുണ്ടല്ലോ അമ്മേ, ഏട്ടത്തിയുടെ ആ വളയുണ്ടല്ലോ, അതൊരു കത്തിയാ. അത് പിടിച്ച് നിവർത്തിയാൽ നീളമുള്ളൊരു കത്തിയാകും. അതിന് കൂർത്ത അഗ്രം വെച്ച് ഒരുത്തിൻ്റെ വയറിന് പുറകെ ഒരു വര. ഹോ, ചുവന്ന വെള്ളം കലക്കി ഒഴിച്ചതുപോലെയല്ലേ കട്ടച്ചോര ഒഴുകിയത്. ആദ്യം അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കേൾക്കും തോറും അവിടെ ഇരുന്ന ഓരോരുത്തരെയും മുഖത്ത് പല ഭാവങ്ങളും നിറഞ്ഞു നിന്നു. അരവിന്ദൻ്റെയും അരുണിൻ്റെയും മുഖത്ത് ആരാധനയായിരുന്നു. അച്ഛന്മാരുടെയും മുത്തശ്ശൻ്റെയും മുഖത്ത് അഭിമാനമായിരുന്നെങ്കിൽ അമ്മമാരുടെ മുഖത്ത് വാത്സല്യത്തെ കലർന്ന പേടിയായിരുന്നു. ആവണിയും ശ്രുതിയും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. ആനന്ദിൻ്റെ മുഖത്ത് മാത്രം വിവേചിച്ചറിയാൻ പറ്റാത്തൊരു ഭാവം തെളിഞ്ഞു നിന്നിരുന്നു. ആ പിന്നെയുണ്ടല്ലോ അമ്മേ, മതി മതി. ആദ്യം വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അതിനെ തടഞ്ഞിട്ട് ആനന്ദിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഇനി കഥയൊക്കെ പിന്നെ പറയാം. ആദ്യം അവളൊന്ന് ഫ്രഷായി വലുതും കഴിക്കട്ടെ. രാവിലെ എന്തോ കഴിച്ചുകൊണ്ടിറങ്ങിയതല്ലേ, ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. അവൻ പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവരും അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ശരിയാ, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. മോളെ നന്ദു, കുഞ്ഞിനെ തന്നിട്ട് മോള് പോയി ഫ്രഷായിട്ട് വാ. ലക്ഷ്മി പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ കുഞ്ഞിനെ അവിടെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം ആനന്ദിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. ഷവറിനടിയിൽ നിൽക്കുമ്പോൾ നന്ദുവിൻ്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലെന്ന് കാണിച്ചുവെങ്കിലും ഇന്നത്തെ സംഭവം അത്രമേൽ അവളുടെ മനസ്സിനെ പിടിച്ചുലച്ചിരുന്നു. ആര് പറഞ്ഞിട്ടായിരിക്കും ഇന്നവർ തന്നെ പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചത്? എന്തായിരിക്കും അവരുടെ മോട്ടീവ്? തന്നോട് ശത്രുതയുള്ളത് അമ്മാവനും അമ്മായിക്കും ശ്രേയയ്ക്കും മാത്രമാണ്. അവർക്കെന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ തട്ടിക്കൊണ്ടു പോകാനുള്ള അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല. അറിഞ്ഞത് വെച്ച് അവന്മാർ ബീച്ച് മുതൽ തങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നന്ദേട്ടൻ്റെ ശത്രുക്കളോ മറ്റോ? അവൾ ആലോചനയുടെ കണ്ണുകൾ മൂർക്കി അടച്ചുകൊണ്ട് ആ ഷവറിൻ്റെ ചുവട്ടിൽ നിന്നും പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു മുഖം കടന്നു വന്നു. നീ രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട നന്ദിനി, ഞാൻ തിരികെ വരും. നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ നിന്നെ സ്വന്തമാക്കിയിരിക്കും. എന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നീ ശ്രമിച്ചു നോക്ക്. അവസാന വിജയം എനിക്ക് തന്നെയായിരിക്കും. ഗുഹയിൽ നിന്നതുപോലെ അവൻ്റെ വാക്കുകൾ ചെവിയിൽ അലയടിച്ചതും ഞെട്ടലോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒരു നിമിഷം അവൻ്റെ രൂപവും ഭാവവും വാക്കുകളുമൊക്കെ അവളുടെ മനസ്സിലൂടെ അലയടിച്ചുകൊണ്ടിരുന്നു. എന്തോ മനസ്സിലായതും അവൾ വേഗം തന്നെ ഷവർ ഓഫ് ചെയ്ത് ടവലെടുത്ത് മുടി തുവർത്തി കെട്ടിവെച്ചു. ശേഷം ഡ്രസ്സും ധരിച്ചുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയതും വാതിൽ കടന്നകത്തേക്ക് കയറി വന്ന ആനന്ദിനെ കണ്ടവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് നെറ്റിച്ചൊളിച്ചു. നന്ദേട്ടാ, സഹീർ. അവളുടെ നാവിൽ നിന്നും വീണ ആ പേര് കേട്ടതും ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ കുറുകി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. മുഖമാകെ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. വർദ്ധിച്ച പാക്കിയോടെ അവൻ മുഷ്ടി ചുരുട്ടി ചുമരിലേക്ക് ആഞ്ഞിടിച്ചു. നന്ദേട്ടാ. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഭയത്തോടെ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. വേണ്ട, ഒന്നും ഓർക്കണ്ട. അവൾ അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ എന്നതുപോലെ അവൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അവൻ്റെ ഹൃദയതാളം സാധാരണഗതിയിലാകുന്നതറിഞ്ഞതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെയും ചേർത്ത് പിടിച്ച് ബെഡിനരികിലേക്ക് നടന്നു. രാത്രിയിൽ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കുകയായിരുന്നു നന്ദു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു നക്ഷത്രങ്ങളിലേക്ക് നീണ്ടു. അതിൽ തിളമയോടെ കാണുന്ന 2 നക്ഷത്രങ്ങളെ അവൾ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. അച്ഛാ, അമ്മേ. അവളുടെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് പിന്നിൽ നിന്നും 2 കൈകൾ അവളെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു. നന്ദേട്ടാ. അവൾ പതിയെ വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്തുപറ്റി എൻ്റെ റൗഡി ബേബിക്ക്? അവൻ അവളെ നോക്കിയൊരു കുസൃതിയോടെ ചോദിച്ചതും അവളുടെ ചുണ്ടുകൾ കോർത്തു. ഞാൻ റൗഡിയൊന്നുമല്ല. അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പൊട്ടിച്ചിരിച്ചു. അതേലോ, ഇത് എൻ്റെ റൗഡി തന്നെയാണ്. അങ്ങനെയല്ലേ ഇന്ന് അവന്മാരെല്ലാം അടിച്ച് നിരപ്പാക്കിയത്? ഹോ, എന്തൊരടിയായിരുന്നു എൻ്റെ പെണ്ണേ. ഇനി അവന്മാരും ഈ അടുത്ത കാലത്ത് എഴുന്നേറ്റ് നടക്കില്ല. അവൻ അവളെയും ചേർത്ത് പിടിച്ച് ബീൻ ബാഗിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അയ്യടാ, അതിന് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇതുപോലെ അടി കൊടുക്കുന്നത്. മുംബൈയിലും വെച്ച് ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ പണി തന്നെ കൊടുത്തിട്ടുണ്ട്. അവൾ അവനെ നോക്കി പുച്ഛിച്ചു.
ആ, അതിൻ്റെ മറുപടിയാണോ ഇന്നുണ്ടായതെന്ന് ദൈവത്തിനറിയാം. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു. ആ, അതിലിപ്പോൾ ചിന്തിക്കാനൊന്നുമില്ല. അതിൻ്റെ മറുപടി തന്നെയാ. ആ സഹീർ തന്നെയാ ഇതിൻ്റെയൊക്കെ പിന്നിൽ. നമ്മളന്ന് അവനോട് ചെയ്തതിന് അവൻ പ്രതികാരം ചെയ്യാൻ വന്നതാ. അന്ന് പോലീസ് കൊണ്ടുപോകും മുന്നേ എന്തു വന്നാലും എന്നെ സ്വന്തമാക്കിയിരിക്കുമെന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവളത് പറയുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും നന്ദിനി. അവൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും തൻ്റെ ചെവിയിലാകെ അലയടിക്കുന്നത് പോലെ തോന്നി അവന്. അതിൻ്റെ ഫലമായി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി, കണ്ണുകൾ ചുവന്നു തൊടുത്തു. ഇടുപ്പിലൂടെ ശക്തമായി വേദന അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ തിരിഞ്ഞ് ആനന്ദിനെ ഒന്ന് നോക്കിയത്. അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖഭാവത്തിൽ നിന്നും തന്നെ സഹീർ എന്ന വ്യക്തി അവനിൽ എത്രത്തോളം അസ്വസ്ഥത പടർത്തുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. ഏട്ടത്തി. പെട്ടെന്ന് പിന്നിൽ നിന്നും ആദ്യയുടെ ശബ്ദം കേട്ടും നന്ദു നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ആ, ഞാൻ ഏട്ടത്തെ നോക്കി വീട് മൊത്തം അലഞ്ഞപ്പോൾ ഏട്ടത്തെ ഇവിടെ ഇരുന്ന് കെട്ടിയോനുമായി റൊമാൻസിക്കാണോ? ഡി ഡി. ആദ്യം അവരെ നോക്കിയൊരു ആകെ ചിരിയോടെ ചോദിച്ചതും ആനന്ദ് അവളെ നോക്കി കണ്ണുരുട്ടി. ഈ വീട് മുഴുവനും അലഞ്ഞു നടന്നുകൊണ്ട് ഏട്ടത്തെ തേടാനും മാത്രം എന്തായിരുന്നു മോൾക്ക് ഇത്ര വലിയ അത്യാവശ്യം? ആനന്ദ് അവളെ നോക്കിയൊന്ന് കണ്ണോട്ടിക്കൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കി വിളക്കിനെ ചിരിച്ചു കാണിച്ചു. അത് പിന്നെ ഏട്ടത്തി ബാക്കി കഥ പറഞ്ഞില്ല. ബാക്കി കഥയോ? അവൾ പറഞ്ഞു കേട്ടതും അവൻ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് നന്ദുവിനെയും ആദ്യം മാറി മാറി നോക്കി. നിങ്ങളുടെ ബാക്കി പ്രണയകഥ. അവൾ 32 പല്ലും വെളിയിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഓ, വയസ്സ് 19 കഴിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും പ്രണയകഥ കേൾക്കണം പോലും. അതും സ്വന്തം ചേട്ടന് തന്നെ വേണം അല്ലടി? അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ അവനെ നോക്കി ഇളിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ 18 വയസ്സിൽ ഓരോരുത്തനെ പ്രേമിച്ച് അവൻ്റെ നിന്ന് ഫ്രഞ്ച് കിസ്സും വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നോടാ? അവൾ പതി പിറുവിറുത്തു. എന്താടി പിറുവിറുക്കുന്നത്? അവൻ ചോദിച്ചതും അവൾ ചുമൽ പോക്കി കാണിച്ചു. അവളെ ഒന്നുകൂടെ കടുപ്പിച്ച് നോക്കിയ ശേഷം നന്ദുവിനെ നോക്കി തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ഓ, എന്നാലേ എൻ്റെ ഏട്ടത്തി, ഈ കാർക്കോടകൻ്റെ കൂടെ ഏട്ടത്തി എങ്ങനെ ജീവിച്ചു പോകുന്നു? അവൻ പോയ വഴിയെ നോക്കി ഒരു നെടുവീർപ്പാട പറഞ്ഞുകൊണ്ട് ആദ്യം തിരിഞ്ഞ് നന്ദുവിനെ നോക്കിയതും തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്നവളെ കണ്ട് അവളെ നെളിച്ച് കാണിച്ചു കൊടുത്തു. ഓ, കേട്ടിയോനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവളൊരു ചിരിയോടെ ചോദിച്ചത് നന്ദു അവളുടെ ചെവിയിൽ പതിയെ കിഴുകി. ഇനി അങ്ങനെ പറയൊടി പെണ്ണേ. അയ്യോ ഇല്ല ഏട്ടത്തി, ചെവിന്ന് വീട്, എനിക്ക് വേദനിക്കുന്നു. ആദ്യം അലറിക്കൊണ്ട് പറഞ്ഞതും അപ്പോഴേക്കും നന്ദു അവളുടെ ചെവിയിൽ നിന്നും പിടിവിട്ട് വീൻ ബാഗിലേക്കായിരുന്നു. ആ പോയ മനുഷ്യൻ എൻ്റെ പ്രാണനാണ് ആദി. വെറുതെ പോലും അദ്ദേഹത്തെ ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും ആദ്യം അവളുടെ അരികിലേക്കായിരുന്നു. സോറി ഏട്ടത്തി, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ, ഇനി പറയില്ല. അവൾ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ചതും നന്ദു അവളെയും തിരികെ പുണർന്നു. ആ, അതൊക്കെ പോട്ടെ. ഏട്ടത്തി ബാക്കി കഥ പറഞ്ഞു തന്നില്ലല്ലോ, വേഗം പറഞ്ഞേ. ഇനി അതും അറിയാതെ എനിക്ക് ഉറക്കം വരില്ല. ആദ്യം പറഞ്ഞതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തെ കട്ട പിടിച്ച ഇരുട്ടിലേക്ക് കണ്ണുകൾ പായിച്ചു. നന്ദുവിൻ്റെ അന്നത്തെ പ്രകടനം കാണാൻ പിന്നെ അവർ അവളോട് നേരിട്ടൊന്നിനും ചെന്നിരുന്നില്ല. അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതും മറ്റും ജോലികൾ ചെയ്യുന്നതുമൊക്കെ അവൾ അങ്ങ് നിർത്തി. വീട്ടിലെ ജോലികളെല്ലാം അവൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ആ നിമിഷം അവൾ അതിനുള്ള ശിക്ഷയും നൽകിയിരുന്നു. അവളെ എതിർക്കുകയോ അവളെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് തങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നറിയാവുന്നത് കൊണ്ട് അവർ മറ്റൊന്നിനും മുതിരാതെ അവൾ പറയുന്നതനുസരിച്ച് പോന്നു. അതുമല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് ശ്രേയ അവളോട് 1-2 പറഞ്ഞ് കൊമ്പ് കോർത്തുവെങ്കിലും തിളച്ച ചൂടുവെള്ളം അവളുടെ മുഖത്തേക്ക് ഒഴിച്ചുകൊണ്ടാണ് നന്ദു പ്രതികരിച്ചത്. അതിൽ പിന്നെ അവളും മറ്റൊന്നിനും മുതിരാറില്ല. അതിനിടയിൽ അവളെ 18ാം പിറന്നാൾ കടന്നുപോയെങ്കിലും സത്യങ്ങൾ അവൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയൊന്നും തങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കോളേജിൽ നിന്ന് വന്ന നന്ദുവിനെ കാത്ത് വീട്ടിൽ ഒരതിഥി ഉണ്ടായിരുന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയതും മുറ്റത്ത് കിടക്കുന്ന കാറിലേക്ക് നന്ദുവിൻ്റെ കണ്ണുകൾ നീണ്ടു. അവൾ സംശയത്തോടെ നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സോഫയിലിരുന്ന് ചായ കുടിക്കുന്നവനിലേക്ക് കണ്ണുകൾ നീണ്ടതും അവൾ സംശയത്തോടെ ഗൗതമനെയും ശാരികയും നോക്കി. ശ്രേയയുടെ കണ്ണുകൾ അയാളുടെ ഉറച്ച ശരീരത്തെ തന്നെ ഒഴിഞ്ഞു നോക്കുന്നത് അവൾ അവജ്ഞയോടെ നോക്കി നിന്നു. അത് മോളെ, ഇത് സഹീർ മുഹമ്മദ്, മോളുടെ അച്ഛൻ്റെ പാർട്ട്ണറായിരുന്ന മുഹമ്മദ് സാറിൻ്റെ മകനാണ്. ഗൗതമൻ പറഞ്ഞതും അവൾ അവനെ ഗൗരവത്തോടെ ഒന്ന് നോക്കി. അങ്ങനെ ഒരു പാർട്ട്ണറുള്ള കാര്യം അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. അതുമാത്രമല്ല, അച്ഛൻ്റെ ബിസിനസ് എല്ലാം അച്ഛൻ തനിച്ചാണ് ചെയ്തിരുന്നത്. പാർട്ട്നേഴ്സിനെ ആരെയും അച്ഛൻ ഉൾപ്പെടുത്താറില്ല. അവൾ അതേ ഗൗരവത്തോടെ തന്നെ പറഞ്ഞതും ഗൗതമൻ്റെയും ശാരികയുടെയും മുഖം വിളറി വെളുത്തു. സഹീറിൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ പതിയെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. ഹായ്, ഐ എം സഹീർ മുഹമ്മദ്, MD ഓഫ് എസംസ് ഇൻഡസ്ട്രീസ്.
അവൻ പറഞ്ഞുകൊണ്ട് അവൾ നേരെ ഷെയ്ഖാനിനായി വലത് കൈ നീട്ടിയതും അവൾ അവൻ്റെ നേരെ നിന്ന് നോക്കിയ ശേഷം കൈകൾ കുപ്പി നമസ്കാരം പറഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയിൽ അവന് ചമ്മയെങ്കിലും അത് മറച്ചുകൊണ്ട് അവനും അവളുടെ നേരെ കൈകൊപ്പി. എന്തുകൊണ്ടോ അവൻ്റെ സാന്നിധ്യം അവളിൽ വല്ലാത്ത ഒരു നെഗറ്റീവ് വൈബ് വരുത്തുന്നുണ്ടായിരുന്നു. അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ഇടയ്ക്ക് അവളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് അവളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ സഹീർ നന്ദുവിൻ്റെ വീട്ടിലെ നിത്യസന്ദർശകനായി മാറിയിരുന്നു. പലപ്പോഴും തൻ്റെ നേരെയുള്ള അവൻ്റെ നോട്ടത്തിൽ എന്തൊക്കെയോ ദുരൂഹത തെളിഞ്ഞു നിന്നിരുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗതമനോട് പറഞ്ഞ് അവൾ അവൻ്റെ വരവിനെ വിലക്കിയിരുന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വന്ന നന്ദു ലീവിംഗ് റൂമിലിരുന്ന് ഗൗതമനോട് സംസാരിക്കുന്ന സഹീറിനെ കണ്ട് ദേഷ്യത്തോടെ അയാളെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം കണ്ട അയാൾ തല കുനിച്ചിരുന്നു. അവളൊന്നും മിണ്ടാതെ മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയതും സഹീർ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. നന്ദിനി. സഹീറിൻ്റെ വിളി കേട്ട് അവളൊരു സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അവൻ പറഞ്ഞതും അവൾ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ഒരു 10 മിനിറ്റ് പ്ലീസ്. അവൻ വീണ്ടും പറഞ്ഞതും അവളൊന്ന് സംശയിച്ചതിന് ശേഷം ഒന്ന് അമർത്തി മൂളിക്കണ്ട അവൾ മുകളിലേക്കുള്ള പടികൾ കയറി. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന അവൻ്റെ ചുണ്ടിൽ പതിയൊരു ഗൂഢമായ പുഞ്ചിരി തെളിഞ്ഞു. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പുറത്ത് ഗാർഡൻ സൈഡിലെ സ്റ്റോൺ ബെഞ്ചിന് അരികിലായി നിന്നുകൊണ്ട് അവൾ ഗൗരവത്തോടെ ചോദിച്ചതും അവൻ തിരിഞ്ഞവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. നന്ദിനി, വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. തന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അവൻ പറഞ്ഞു കേട്ട് ആദ്യം അവൾ നമ്പരുന്നുവെങ്കിലും പതിയവളുടെ കണ്ണുകൾ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തങ്ങളെ വീശിക്കൊണ്ടിരിക്കുന്ന ഗൗതമനെയൊക്കെ കണ്ടും ചുണ്ടിലൊരു പരിഹാസച്ചിരി തെളിഞ്ഞു വന്നു. ഇത് ആരുടെ ഐഡിയ ആണ്? നിങ്ങളുടെയോ അതോ ദി ഗ്രേറ്റ് ഗൗതമൻ്റേതോ? അവളെ ചോദ്യം കേട്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി. ഇരു കൈകളും മാറിൽ കെട്ടിക്കൊണ്ട് തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ കണ്ട് ആദ്യമായി അവനൊന്ന് പതറി. താൻ എന്തൊക്കെയാണോ പറയുന്നത്? ആരുടെ ഐഡിയ? എനിക്ക് ശരിക്കും തന്നെ ഇഷ്ടമായിട്ടാണ്. അവൻ പതിയെ പറഞ്ഞതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞതും അവൻ്റെ മുഖം മാറി. കാരണം അത്രയും നേരവും ചെറിയൊരു പുഞ്ചിരി മുഖത്തുണ്ടായിരുന്നവൻ്റെ പ്രകടമായ മാറ്റം അവൾ നോക്കിക്കൊണ്ടിരുന്നു. ഒന്നാമത്തെ കാരണം നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ എങ്ങനെ വിവാഹം ചെയ്യും? ഇനി രണ്ടാമത്തെ കാരണം, ആ നിൽക്കുന്ന ഗൗതമൻ എൻ്റെ ശത്രുവാണ്. അയാളുമായി സൗഹൃദത്തിലായ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മാറിൽ കൈകൾ കെട്ടി നിന്നുകൊണ്ട് അവൾ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചതും ഒരു നിമിഷം അവൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നുപോയി. എടോ ഞാൻ. അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ അവനെ കൈയെടുത്ത് തടഞ്ഞു. കൂടുതലൊന്നും പറയണമെന്നില്ല. നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരത്തിനും എനിക്ക് താല്പര്യമില്ല. അവനെ നോക്കി അത്രയും കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അവൾ പോന്നു നോക്കിയെന്ന അവൻ്റെ കണ്ണുകൾ പതിയെ രക്തവർണ്ണമായി കൊണ്ടിരുന്നു. തല തിരിച്ച് ബാൽക്കണിയിൽ നിൽക്കുന്ന ഗൗതമനെ നോക്കി അവൻ്റെ മുഖത്തെ ഭാവം അറിഞ്ഞതുപോലെ അയാൾ അവനെ നോക്കി പതിയെന്ന് തലയാട്ടി കാണിച്ചു. അയ്യോ, അപ്പം അയാൾ ആ ഗൗതമൻ്റെ ആളായിരുന്നോ? ആസ്വദിച്ച് കഥ കേട്ടുകൊണ്ടിരുന്ന ആദ്യ പെട്ടെന്ന് നന്ദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ അത് എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. ശോ, എങ്കിൽ പിന്നെ അയാളുടെ മുഖത്തിട്ട് ഒരു കുത്തുകൂടെ കൊടുത്തിട്ട് ഇടത്തേക്ക് നോ പറഞ്ഞ പോരായിരുന്നോ? അവൾ പറഞ്ഞു കേട്ട് നന്ദു അവളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. അല്ല ഇടത്തി, ഇനി അയാളുടെ ആളുകളാണോ ഇന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തത്? അതോ ഇനി ആ ഗൗതമൻ്റെയോ? ആദ്യ താടിയിൽ വിരൽ ഊന്നിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. മരിച്ച മണ്ണോട് ചേർന്നവൻ എന്തായാലും തിരികെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. എന്ത്? അവൾ പറഞ്ഞു കേട്ട് ആദ്യം അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു. ഗൗതമൻ മരിച്ച് മണ്ണോട് ചേർന്നിട്ട് 3 വർഷങ്ങളായി. അവളുടെ ഒരു ചിരിയോടെ പറഞ്ഞതും ആദ്യം അവളെ വായും തുറന്ന് നോക്കിയിരുന്നു പോയി. എങ്ങനെയാ അയാൾ മരിച്ചു പോയത്? ഏടത്തി കൊന്നതാണോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചതും നന്ദു അവളെ ഒന്ന് കുറിപ്പിച്ച് നോക്കി. അത് പിന്നെ ഏടത്തിൻ്റെ ശത്രുവാണല്ലോ അയാൾ, അതാ ഞാൻ. അവളൊരു ഇടിയോടെ പറഞ്ഞു. ഞാനല്ല. അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നെങ്കിലും അതിനുള്ള ധൈര്യമൊന്നും എനിക്ക് അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത് അയാളാണെന്ന് അറിഞ്ഞ ആ നിമിഷം അയാളെ ഞാൻ വെട്ടിയരിഞ്ഞനെ. പിന്നെ ആരാ അയാളെ കൊന്നത്? അവൻ തന്നെ, സഹീർ മുഹമ്മദ്. അവൾ പറഞ്ഞു നിർത്തിയതും ആദ്യ അത്ഭുതത്തോടെ അവളെ നോക്കിയിരുന്നു. അയാളോ? പക്ഷെ എന്തിന്? അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ആദ്യ സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടിയായി നന്ദു അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അയ്യോ ഇടത്തി, ബാക്കി പറഞ്ഞില്ല. അവൾ പോകുന്നത് നോക്കിയിരുന്ന ആദ്യ പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു. തൽക്കാലം ഇപ്പോൾ ഇത്ര കേട്ടാൽ മതി, ബാക്കി പിന്നെ. ഇല്ലെങ്കിൽ എൻ്റെ മോൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. നന്ദു ഒരു ചിരിയോടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. എന്നാലും അയാൾ എന്തിനായിരിക്കും ആ സഹീർ കൊന്നത്? അയാൾ ചാവേണ്ടവനാണെങ്കിൽ പോലും
എന്തിനെ കൊന്നെന്നറിയാതെ ഇനി എനിക്ക് ഉറക്കം പോലും പറ്റിയില്ലല്ലോ ഭഗവാനെ. അവളൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് ചുമലിലേക്ക് ചാരിയിരുന്നു. ഇതേ സമയം തൻ്റെ മുന്നിൽ കിടക്കുന്ന പൂർണ്ണനഗ്നയെ ആ പെണ്ണിലേക്ക് വല്ലാത്തൊരു ആസക്തിയോടെ അവൻ ആഴ്ന്നിറങ്ങി. ചുവന്ന കണ്ണുകളോടെ അവളെ അഴകളവുകൾ ഒപ്പിയെടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരു മുഖം മാത്രം തെളിഞ്ഞു വന്നു. ആ നിമിഷം അവൻ്റെ ചുണ്ടുകളിൽ അവളുടെ നാമം മാത്രം മന്ത്രിച്ചു, നന്ദിനി. ദീർഘനേരത്തെ കാമകേളികൾക്കൊടുവിൽ അവൻ അവളിൽ നിന്നും അകന്നു മാറിയ ശേഷം ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് ടേബിളിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ചു. ഒരു പഫ് എടുത്ത ശേഷം അവനത് തൻ്റെ അരികിൽ ചാരിയിരുന്ന അവളെ ചുണ്ടിലായി വെച്ചു കൊടുത്തു. അവളും ഒരു പഫ് എടുത്തുകൊണ്ട് അവന് നെഞ്ചിൽ ചാരിക്കിടന്നു. സാഹി ബേബി, ഹു ഈസ് നന്ദിനി? അവളെ ചോദ്യം കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. ശേഷം മനസ്സിലേക്ക് അവളുടെ മുഖം മാത്രം നിറച്ചു വെച്ചുകൊണ്ട് പതിയെ പറഞ്ഞു, ഷീ ഈസ് മൈ എവറിത്തിങ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ നിലത്ത് കിടന്ന ഡ്രസ്സും എടുത്ത് ധരിച്ചുകൊണ്ട് പുറത്തെ ബാൽക്കണിയിലേക്ക് നടന്നു. അവൻ പോന്നു നോക്കിയെന്ന അവളുടെ കണ്ണുകളിൽ മറ്റെന്ത് ഭാവം തെളിഞ്ഞു നിന്നു. ചായ. പിറ്റേന്നൊരു അവധി ദിവസമായതിനാൽ അതിരാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച ശേഷം മുറ്റത്തിറങ്ങി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു അപശബ്ദം കേട്ട് നന്ദി തിരിഞ്ഞു നോക്കുന്നത്. കയ്യിലൊരു ചായക്കപ്പം പിടിച്ച മുന്നിൽ 32 പല്ലും കാണിച്ച് ഇളച്ചുകൊണ്ട് നിൽക്കുന്ന ആദ്യ കണ്ടും അവൾ നീട്ടി ചൊളിച്ചു. ഇതെന്താ പതിവില്ലാത്തൊരു ചായ സൽക്കാരം? അവൾ മാവിൻ ചുവട്ടിലെ തിട്ടയിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ രാവിലത്തെ പതിവ് ചായ കുടിക്കാത്തത് കൊണ്ട് ഏട്ടത്തെ വല്ലാതെ ക്ഷീണിച്ച പോലെ. അവൾ പറഞ്ഞു കേട്ട് നന്ദു അവളെ നിന്ന് നോക്കി. രാവിലെ നല്ലോണം സോപ്പ് തേച്ച് കുളിച്ചതാ മോൾ, അതുകൊണ്ട് കൂടുതൽ പതപ്പിക്കല്ലേ. വേഗം കാര്യം പറഞ്ഞോ. അത് പിന്നെ ഈ സഹീർ എന്തിനാ ഗൗതമനെ കൊന്നത്? അവളൊരു ഇളിയോടെ ചോദിച്ചു. എൻ്റെ കുഞ്ഞെ, നീ ഇപ്പോഴും അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അവൾ ആദ്യ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്ത ശേഷം തിട്ടയിലേക്ക് കാല് കയറ്റി വെച്ച് ചമ്മണം പുണഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പകുതിക്ക് വെച്ച് നിർത്തിയാൽ പിന്നെ അതറിയുന്നത് വരെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അവളുടെ നന്ദുവിൻ്റെ അരികിലേക്ക് കയറി ഇരുന്നുകൊണ്ട് പറഞ്ഞു. പ്ലീസ് ഏട്ടത്തി, ബാക്കി കൂടെ പറയ്. എന്തിനാ അയാൾ ആ ഗൗതമനെ കൊന്നത്? അവൾ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. വിട് പറയാം. ഇനിയും പറയാതെ അവൾ തന്നെ വീട്ടിലെന്ന് മനസ്സിലായത് നന്ദു അവളോട് ബാക്കി കൂടെ പറയാൻ തീരുമാനിച്ചു. നന്ദു സഹീറിൻ്റെ ഇഷ്ടത്തെ നിരസിച്ചത് കൊണ്ട് തന്നെ പിന്നെ ഒരിക്കലും അവന് ഇഷ്ടം പറഞ്ഞ് അവൾ അരികിലേക്ക് ചെന്നിരുന്നില്ല. എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഗൗതമനും ശാരികയും സഹീറിൻ്റെ ഗുണഗണങ്ങൾ അവളോടെന്ന പോലെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങി. അതൊക്കെ അവളൊരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ കളയും. പക്ഷെ വലിയൊരു ആപത്തിലേക്കുള്ള ചതിക്കുഴി അവർ തനിക്കായി ഒരുക്കിക്കൊണ്ടിരുന്നത് അവൾ ആ നിമിഷം അറിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ നന്ദു കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതും ഗേറ്റ് കടന്നു വരുന്ന സഹീറിൻ്റെ കാർ കണ്ട് അവൾ അവിടെ തന്നെ നിന്നു. ഡോർ തുറന്നിറങ്ങി ഒരു പുഞ്ചിരിയോടെ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ അവൾ ഒരു നിമിഷം ഗൗരവത്തോടെ നോക്കി നിന്നു. നന്ദിനിയെ കോളേജിലേക്ക് ഇറങ്ങിയതാണോ? കുശലാന്വേഷണം പോലെ അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കാതെ അമർത്തിയൊന്ന് മൂളിയതേയുള്ളൂ. ഹേയ്, എന്താ ഇത് നന്ദിനി? തനിക്ക് എന്നോട് ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ഞാനൊന്നും പറഞ്ഞത് ഓർത്തിട്ടാണെങ്കിൽ താൻ അത് വിട്ടേക്കിടും. തനിക്കത് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് വിട്ടു. അവൻ പറഞ്ഞ കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി. ശേഷം എന്തോ പറയാൻ തുടങ്ങിയതും അകത്തുനിന്നും ഓടി വന്ന ശ്രേയ നന്ദുവിനെ പുറകിൽ നിന്ന് തട്ടിയതും അവൾ കാലത്തിൻ്റെ മുന്നിൽ നിന്ന് സഹീറിൻ്റെ ദേഹത്തേക്ക് വീണു. ആ നിമിഷം അവൻ്റെ കൈവിരലുകൾ അവളെ ഇടുപ്പിലായി അമർന്നു. ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിടർന്നു. അതിൻ്റെ ഫലമായി അവൻ്റെ കൈകൾ അവളെ ഇടുപ്പിൽ ഒന്നുകൂടെ മുറുകി. വിരലിൻ്റെ മുറുക്കം കാരണം അവൾക്ക് വയറിൽ നന്നായിട്ട് വേദന തോന്നി. അവൾ പെട്ടെന്ന് ദേഷ്യത്തോടെ അവന് നെഞ്ചിൽ കൈവച്ച് അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി. ശേഷം അവനിന്ന് രൂക്ഷമായി നോക്കി. സോറി നന്ദിനി, പെട്ടെന്ന് താൻ എൻ്റെ ദേഹത്തേക്ക് വീണപ്പോൾ അറിയാതെ പറ്റിപ്പോയതാ. അവളുടെ നോട്ടം കണ്ടതും അവൻ ക്ഷമാപണം പോലെ പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ വേഗം ശ്രേയയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് കൈ വീശി അവളുടെ കർണത്ത് ഒന്ന് കൊടുത്തു. നിനക്കെന്താടി, കണ്ണ് കാണില്ലേ? മുന്നിൽ ആളുകൾ നിൽക്കുന്നത് കാണാൻ പാടില്ലടി. അടിക്കിട്ടി കവളിൽ കൈയും വെച്ച് അന്തം വിട്ട് നിൽക്കുന്ന ശ്രേയെ നോക്കി അവൾ അലറിയതും അവളിൽ നിന്നും അങ്ങനെ ഒരു ഭാവം ആദ്യമായിട്ട് കണ്ട സഹീർ ഒരു നിമിഷം പകച്ചു നിന്നു. അത് ഞാൻ അറിയാതെ. കവളിലെ വേദനയും സഹീറിൻ്റെ മുന്നിൽ വെച്ച് അടികിട്ടിയതിൻ്റെ നാണക്കേടും കാണും ശ്രേയ്ക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി മേലിൽ ഇതുപോലെയുള്ള ഓരോ ഡ്രാമയുമായിട്ട് എൻ്റെ നേരെ വന്നാലുണ്ടല്ലോ. അവളുടെ നേരെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞ ശേഷം സഹീറിനെയും ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് നന്ദു ഭാഗ്യമെടുത്ത് പുറത്തേക്ക് നടന്നു. അനുവാദമില്ലാതെ തന്നെ ദേഹത്ത് സ്പർശിച്ച സഹീറിനോട് കൂടെയുള്ള ദേഷ്യം അവൾ മൊത്തത്തിൽ ശ്രേയുടെ നേരെ അങ്ങ് തീർക്കുകയായിരുന്നു. അവൾ പോന്നു നോക്കിയെന്ന് ശ്രേയുടെ കണ്ണിൽ പകയും ദേഷ്യവുമായിരുന്നുവെങ്കിൽ സഹീറിൻ്റെ കണ്ണിൽ അവളുള്ള അടങ്ങാത്ത ആസക്തിയായിരുന്നു.